ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുവാൻ പോകുന്നത് നല്ല മുറുമുറുക്കുള്ളൊരു മുറുക്കാണ്. ഇതിനായിട്ട് 4 കപ്പ് ഉഴുന്നുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കിയ എള്ള് 2 ടേബിൾ സ്പൂൺ, അര ടീസ്പൂൺ ജീരകം കൈകൊണ്ട് തിരുമ്പി പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് നിർബന്ധമാണെങ്കിൽ മാത്രം അര ടീസ്പൂൺ മുളക് പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എരിവ് വേണമെന്നില്ലെങ്കിൽ മുളക് പൊടി ചേർത്തേണ്ട ആവശ്യമില്ല. അടുത്തതായി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളപ്പിക്കുമ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് വേണം തിളപ്പിക്കാൻ. നന്നായി തിളച്ച വെള്ളം ഇതിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണോ ഉപയോഗിച്ച് ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കാം. വെള്ളം ആവശ്യത്തിന് കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് കൈകൊണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുഴച്ചെടുക്കണം. മുറുക്കിനുള്ള ഉഴുന്ന് പൊടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഉഴുന്ന് വറുത്തെടുത്തതിന് ശേഷമാണ് പൊടിപ്പിക്കുന്നത്. ഇതിലൊരു തരി പോലും ഉണ്ടാകുവാൻ പാടില്ല. അരിപ്പൊടി ഉപയോഗിക്കേണ്ടത് നമ്മൾ പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ നൂൽപുട്ടിന് ഉപയോഗിക്കുന്ന പൊടിയോ ആണ് അരിപ്പൊടിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടത്. പത്തിരിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായി കുഴച്ചെടുക്കണം. പിന്നീട് ഇത് മയപ്പെടുത്തിയ ശേഷം നമുക്ക് ഓരോ ഉരുളകളാക്കി എടുത്ത് ഒരച്ചിലേക്ക് വെച്ചു കൊടുക്കാം. അതിനിടയിൽ ചെറിയ വാഴയിലകളിലേക്ക് ഒരൽപ്പം എണ്ണ തടവി കൊടുത്ത് അതിലേക്ക് വേണം മാവ് ഇതുപോലെ പീച്ചി കൊടുക്കേണ്ടത്. നമുക്ക് ഓരോ ട്രിപ്പിൽ ഉണ്ടാക്കുവാൻ ആവശ്യമായ എണ്ണം ഇതുപോലെ ഉണ്ടാക്കി വെക്കാം. ആവശ്യത്തിന് എണ്ണം ഇതുപോലെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒരു പാൻ ചൂടാക്കി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നായി എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് പാകമായി വന്നതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എല്ലാം നന്നായി മുറുകി വന്നതിന് ശേഷം നമുക്കിത് ഒരു അപ്പക്കോരി ഉപയോഗിച്ച് കോരിയെടുത്ത് മാറ്റാവുന്നതാണ്. ചായ